നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് UAE ഫുജൈറയിലാണ്. വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അതിഥി ഫുജൈറയിലെ ഒരു പ്രമുഖ വ്യവസായിയും അതോടൊപ്പം തന്നെ കേരളത്തിൽ വളരെ പ്രശസ്തമായി നിൽക്കുന്ന ആലപ്പുഴയുടെ റമദ ഹോട്ടൽ ആലപ്പുഴയുടെ ചെയർമാൻ, അതോടൊപ്പം UAE ഫുജൈറയിൽ തന്നെ മോഡേൺ ഇന്ത്യൻ സ്കൂൾ ദിബയുടെ മാനേജിംഗ് ഡയറക്ടർ, ഒട്ടനവധി ബിസിനസ് സാമ്രാജ്യങ്ങൾ. തീർച്ചയായും ഇന്നത്തെ അതിഥിയെ നമുക്ക് വെൽക്കം ചെയ്യാം. മിസ്റ്റർ റജി ചെറിയാൻ. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു വിരുന്നിലേക്ക്. സർ, ആദ്യം തന്നെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയിൽ നിന്നും താങ്കൾ UAE എത്തുക, UAE വന്നതിന് ശേഷം ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുക, അതോടൊപ്പം തന്നെ UAE നിന്നുകൊണ്ട് തന്നെ താങ്കളുടെ സമ്പാദ്യം കേരളത്തിൽ നിക്ഷേപിക്കുക വളരെ സന്തോഷമുള്ള കാര്യമാണ്. എങ്ങനെയായിരുന്നു താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എന്നൊന്ന് വിശദമാക്കാം. 1989 ഞാൻ സുൽത്താനേറ്റ് ഓഫ് ഒമാനിലെ മസ്കറ്റിൽ വരികയും അവിടെ ഒരു കമ്പനിയിൽ ചെറിയ രീതിയിൽ ജോലി ചെയ്ത് തുടങ്ങുകയുമായിരുന്നു. അതിനുശേഷം ഒരു വർഷം ആ കമ്പനിയിൽ ഞാൻ ശമ്പളത്തിൽ ജോലി ചെയ്യുകയും ഒരു വർഷത്തിനകം തന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി സ്വന്തമായ ബിസിനസ്സുകൾ തുടങ്ങുകയും ചെയ്തു. ഒമാനിൽ 9 വർഷം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കെ ഒമാനിലെ പുതിയ നിയമങ്ങളും അവിടുത്തെ ഒമാനൈസേഷനും ഒക്കെ വന്നപ്പോൾ ആ സമയത്ത് ഫുജൈറയിൽ വന്ന് ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ 2002 ഫുജൈറയിൽ വരികയും ഫുജൈറയിൽ ബിസിനസ് തുടങ്ങുകയും അതിനുശേഷം ഉണ്ടായിരുന്ന എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്കൂൾ തുടങ്ങുക എന്നുള്ളത്. അങ്ങനെ നടന്നുകൊണ്ടിരുന്ന ഒരു സ്കൂൾ ദിബ ഫുജൈറയിൽ ഞാൻ വിലയ്ക്ക് വാങ്ങുകയും അവിടെ പുതിയ സ്കൂൾ കൺസ്ട്രക്ഷൻ ചെയ്യണമായിരുന്നു. അത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്ത് 90% തീർന്നിരിക്കുന്നു. സെപ്റ്റംബറിൽ പുതിയ സ്കൂളിലോട്ട്, പഴയ സ്കൂളിലെ എല്ലാ നമ്മുടെ സ്റ്റുഡൻസിനെയും അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഫുജൈറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫുജൈറയിലെ മലയാളി വ്യവസായികളിൽ വെച്ചിട്ടുള്ള ഒരു പ്രമുഖനാണ് താങ്കൾ. എന്തു തോന്നുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഒമാനിൽ നിന്നും ഫുജൈറയിലേക്ക് എത്തുക? ഈ ഫുജൈറ എന്ന് പറയുന്ന ഒരു എമിറേറ്റ് എങ്ങനെയാണ് താങ്കളുടെ മനസ്സിലേക്ക് എത്തിയത്, താങ്കളുടെ ജീവിതത്തെ സ്വാധീനിച്ചത്? ഞാൻ അന്ന് UAE വരുന്ന സമയത്ത് എൻ്റെ കൂടെ പല സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കൾ ദുബായ്, ഷാർജയിൽ പോയി ബിസിനസ് തുടങ്ങിയപ്പോൾ എൻ്റെ ബേസിക്കായിട്ട് എൻ്റെ ഏറ്റവും മെയിൻ ബിസിനസ് എൻജിനീയറിംഗ് കൺസൾട്ടൻസിയാണ്. എൻജിനീയറിംഗ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽ ആൾക്കാരുടെ, നാഷണൽസിൻ്റെ അവർക്ക് വേണ്ടിയ വില്ലകൾ, അവരുടെ ബിൽഡിങ്സ്, ഷോപ്സ്, ഇങ്ങനെയുള്ള ഡിസൈൻ, കാരണം ലോക്കലുമായി മാത്രം ഡയറക്റ്റ് ബന്ധം. ഫുജൈറയിലാകുമ്പോൾ എനിക്ക് അറബി ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ അറിയാം എന്നതുകൊണ്ട് ഞാൻ സ്വയമേ ചിന്തിച്ചു എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ സ്ഥലം ഫുജൈറയാണെന്നും ആ ഒരു ചിന്തയിൽ കൂടെ ഫുജൈറയിൽ വന്ന എനിക്ക് എല്ലാവിധമായ വിജയങ്ങളും എൻ്റെ എല്ലാ ബിസിനസ്സിലും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. സാർ, ഇപ്പോൾ ബിസിനസ്സിൽ താങ്കൾക്ക് വ്യക്തമായ ചില മൂല്യങ്ങളുണ്ടാവണം, മുറുകെ പിടിക്കുന്ന ചില ആശയങ്ങളുണ്ടാവണം. താങ്കളുടെ ജീവിതത്തിൽ നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലും മുറുകെ പിടിക്കുന്നത് എന്നൊന്ന് വിശദമാക്കാം. നമ്മൾ സാധാരണക്കാരനായിട്ട് നിന്ന് എവിടെ ബിസിനസ് ചെയ്താലും അതിന് വിജയമേ ഉണ്ടാവത്തുള്ളൂ. അത് അനുഭവസ്ഥനാണ് ഞാൻ. എല്ലാവർക്കും വരുന്ന വഴികളിൽ വളരെയധികം ആൾക്കാരുടെ സഹായം, ഒറ്റയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സഹായങ്ങൾ വളരെ സ്നേഹമായിട്ട് വാങ്ങിച്ച് അതിനെ എന്നും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഏതൊരു ബിസിനസ്സുകാരനും എപ്പോഴും എവിടെയും വിജയിക്കാൻ പറ്റും എന്ന് നല്ലൊരു വിശ്വാസം എനിക്കുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ആലപ്പുഴ എന്ന് പറയുന്ന
ആര് ചോദിച്ചാലും എപ്പോഴും എവിടെയും പറയും, അയ്യോ അവിടെ പോകരുത്, അവിടെ ലേബർ പ്രശ്നമാണ്, അവിടെ രാഷ്ട്രീയക്കാരുടെ പ്രശ്നമാണ്. ഈ പറയുന്ന സ്ഥലത്ത് ഞാൻ കായംകുളത്ത് നിന്നും ആലപ്പുഴ ചെന്നിറങ്ങി 4.5 വർഷമെടുത്ത് എൻ്റെ 7 നിലയിലുള്ള 122 റൂമും എല്ലാ ഫെസിലുള്ള ഹോട്ടൽ സാധാരണക്കാരനായിട്ട് തൊഴിലാളികളുടെയും എല്ലാ ആൾക്കാരുടെയും കൂടെ നിന്ന് എല്ലാ സഹകരണവും അവരിൽ നിന്ന് കിട്ടി. ഞാനത് കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചതിൻ്റെ ഏറ്റവും ഒരു വലിയ ഉദാഹരണമാണ് ഇത് ഞാനീ പറയുന്നത്. സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. ആ രീതിയിൽ എവിടെ പോയി എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാണേലും എവിടെയും എല്ലാ നാട്ടിലെ ജനങ്ങൾക്കും നമ്മളെ മനസ്സിലാക്കാനും നമ്മൾക്ക് സഹായിക്കാനും അവർ കൂടെ ഉണ്ടാവും എന്ന് യാതൊരു സംശയവുമില്ല. Ramada Alapi, the state of the art luxury tourist destination. ഇപ്പോൾ ആലപ്പുഴയിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ്. അവിടെ പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് ഒരുപാട് പേർ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയെ കേന്ദ്രീകരിച്ച് പോകാറുണ്ട്. അവിടുത്തെ കാഴ്ചകൾ കാണാറുണ്ട്. പ്രത്യേകിച്ച് കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഒരു നഗരമാണ് ആലപ്പുഴ. റമദ ആലപ്പിയിലെ പ്രത്യേകതകൾ, ഒരു പ്രവാസി മലയാളി ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമാണ് ഒരു പ്രവാസി പോകുന്നത്. അത്തരം സാഹചര്യങ്ങൾ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും സാധ്യതകൾ, ഫെസിലിറ്റീസ് ആലപ്പുഴ റമദയിലുണ്ടോ? അതിൽ ഒരു ചെയർമാൻ എന്ന നിലയ്ക്ക് താങ്കൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാനൊരു സാധാരണക്കാരനായ ഒരു പ്രവാസി ആയിരുന്നു. ഇന്നും ആ സാധാരണക്കാരനായ പ്രവാസിയാണ് ഞാൻ. എൻ്റെ ഈ ഹോട്ടൽ ഓപ്പൺ ആയതിനു ശേഷം ചിന്തിച്ചു, ഇവിടുന്ന് ലീവിന് പോകുന്ന, ഇവിടുന്ന് വെക്കേഷനിൽ ഇപ്പോൾ നാട്ടിലെത്തുന്ന പ്രവാസി മലയാളികൾക്ക് സാധാരണ അവർക്കൊരു 5 സ്റ്റാർ ഹോട്ടലിൽ ഡയറക്റ്റ് ചെന്ന് കയറി അവിടെ താമസിക്കുവാനും അവിടുത്തെ ഫെസിലിറ്റി യൂസ് ചെയ്യുവാനും അവർക്ക് പേടിയാണ്. കാരണം ഇറങ്ങുമ്പോൾ അവർക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത വലിയ എമൗണ്ട് വരും. അത് അങ്ങനെയല്ല. ഇതൊരു ഞാൻ സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ, ഈ ഒരു ഹോട്ടലിൽ അവർ കയറണം എന്നൊരു ചിന്ത എന്നിലുണ്ടാവുകയും ഞാൻ ഈ 2 മാസം റമദ ആലപ്പിയിൽ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ തന്നെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. ആ ഓഫർ വെറും 825 ദിർഹത്തിന് അവർക്ക് 4 പേർക്ക്, ഫാമിലിക്കും 2 മക്കൾക്കും, 15 വയസ്സുള്ള വരെയുള്ള 2 മക്കൾക്കും ഈ ഹോട്ടലിൽ വരുവാനും ഒരു ദിവസം താമസിക്കുവാനും എല്ലാ ഫുഡുകളും ഫ്രീ. 2 മണി മുതൽ 6 മണി വരെ ഹൗസ് ബോട്ട് ക്രൂയിസ്, ഡേ ക്രൂയിസ് ഉണ്ട്. പുന്നമട കായലിലും വെമ്പനാട് കായലിലും ആയുർവേദ മസാജ് 2 പേർക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് 825 ദിർഹത്തിന് അവർക്ക് അവിടെ വന്ന് ഒരു 24 മണിക്കൂർ എൻ്റർടൈൻ ചെയ്ത് തിരിച്ചു പോകാനുള്ള അവസരം ഞാൻ സാധാരണക്കാരനായ ഒരു പ്രവാസിയുടെ വിഷമങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു പാക്കേജ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർ, അത്തരം കാര്യങ്ങളിൽ പ്രവാസി മലയാളികൾക്ക് അതൊരു വലിയ ആശ്വാസമാകും. കാരണം ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ താങ്ങാനാവാത്ത ബില്ലാണ് അവരുടെ മനസ്സിലേക്ക് വരിക. ആ ഒരു സാഹചര്യത്തിൽ റമദ ആലപ്പി എടുക്കുന്ന ആ ഒരു ഉദ്യമം തീർച്ചയായും പ്രശംസിക്കാതിരിക്കാൻ വയ്യ. എന്നിരുന്നാലും ഈ വിദേശ ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ സൗന്ദര്യം ആസ്വദിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം റമദ ആലപ്പി എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുണ്ട്? റമദ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് 7500 ഹോട്ടൽസ് വേൾഡ് വൈഡായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇപ്പം എവിടെ ലോകത്തിൻ്റെ ഏതൊരു സിറ്റികളിൽ നിങ്ങൾ ചെന്നാലും അവിടെ റമദ
എന്ന ഒരു ഹോട്ടലെങ്കിലും കാണാൻ സാധിക്കും. അപ്പോൾ റമദ എന്ന് ഈ കേരളം വിസിറ്റ് ചെയ്യാൻ അല്ലെ ആലപ്പുഴ വിസിറ്റ് ചെയ്യാൻ ഒരാൾ തിരിക്കുന്നതിന് മുമ്പ്, ഇന്ന് പണ്ട് കാലത്തെ കൂട്ടല്ല, ത്രൂ വെബ്സൈറ്റിലൂടെ അവർ നോക്കും ഏതെല്ലാം ഹോട്ടൽസ് ഉണ്ട് ആലപ്പുഴയിൽ. അപ്പോൾ അവർ നോക്കുമ്പം റമദ ഒരു ബ്രാൻഡ് കണ്ടാൽ ഉടനെ അവരത് ക്ലിക്ക് ചെയ്യും. അത് അവർക്കറിയാം റമദ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് ഹോട്ടലാണെന്നും അവിടെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു മീഡിയം ബഡ്ജറ്റിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തി തിരിച്ച് പോകാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ചിലപ്പോൾ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹീതമാണ് ആ ഒരു സ്ഥലം. പ്രത്യേകിച്ച് കായലിൻ്റെയും കടലിൻ്റെയും ഒക്കെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുക. ഈ ഒരു സാഹചര്യത്തിൽ റമദ ആലപ്പിയുടെ പ്രത്യേകതകൾ പ്രകൃതി ഭംഗിയുമായി ഒന്ന് കണക്ട് ചെയ്താൽ എന്തൊക്കെ കാര്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയും? ആലപ്പുഴയുടെ ഉത്സവമാണ് എല്ലാ വർഷവും ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഈ വർഷം ഓഗസ്റ്റ് 9-ാം തീയതി നെഹ്റു ട്രോഫി ഇൻ്റർനാഷണൽ ബോട്ട് റേസ് നടക്കുന്ന ദിവസമാണിത്. നമ്മുടെ നാട്ടിലും പുറം രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഈ ഒരു ഉത്സവ ദിവസം മുൻപ് അവിടെ വന്ന് താമസിച്ച്, അതല്ല എങ്കിൽ നല്ലൊരു ഫെസിലിറ്റിയിലിരുന്ന് ഈ നെഹ്റു ട്രോഫി വള്ളംകളി കാണുവാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ ഫാമിലികൾക്കുമില്ലായിരുന്നു, പുറത്തു നിന്ന് വരുന്ന ആൾക്കാർക്കും കുറവായിരുന്നു. എന്നാൽ ഇന്ന് അവർക്ക് റമദ ഈ ഹോട്ടലിൽ വരുവാനും അവിടെ താമസിക്കുവാനും, താമസിച്ചില്ല എങ്കിൽ തന്നെയും അവിടുത്തെ റെസ്റ്റോറൻറ്റുകൾ വന്ന് ഫുഡ് കഴിച്ച് അവർക്ക് ഹൗസ് ബോട്ട് സവാരി ചെയ്യാം, വേമ്പനാട് കായലും പുന്നമടക്കായലും കാണാം. അവിടെ നിന്നുകൊണ്ട് ലൈവ് ആയിട്ട് സ്റ്റാർട്ടിങ് ടു ഫിനിഷിങ് നെഹ്റു ട്രോഫി വള്ളംകളി വളരെ വൃത്തിയായിട്ട് VIP പവലിയനിരിക്കുന്ന ആൾക്കാരെ കാട്ടിലും വൃത്തിയായിട്ട് കാണുവാനുള്ള അവസരമാണ് ഈ വർഷം റമദ ആലപ്പിയിൽ കൂടി എല്ലാവരും കിട്ടുന്നത്. അതൊരു എങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തത്? കാരണം സ്റ്റാർട്ടിങ് മുതൽ ഫിനിഷിംഗ് വരെ ഒരു ജലോത്സവം കാണുക എന്ന് പറയുന്നത് അത് അതിശയിപ്പിക്കുന്നതാണ്. അത് ഒരിക്കലും നടക്കില്ല എന്ന ജനം വിശ്വസിക്കുന്നതുമാണ്. ഈ ഒരു ഡിസൈനിങ്ങിൽ വരുത്തിയ മാറ്റങ്ങളാണോ, അല്ലെങ്കിൽ ഇതൊരു മുൻകൂട്ടി കണ്ടിരുന്നു ഇത്തരത്തിലൊരു ആശയം? അതെ, ഇത് ഡിസൈനിങ്ങിൽ വരുത്തിയതാണ്. കാരണം V ഷേപ്പാണ് അതിൻ്റെ ബാക്ക് ഡിസൈൻ വരുന്നത്. എല്ലാ റൂമിൻ്റെയും വിൻഡോസ് ഡയറക്റ്റ് ഫേസ് ചെയ്തിരിക്കുന്നത് പുന്നമടക്കായലിലോട്ട്. അല്ല സാറേ, ഈ എല്ലാ റൂമുകളിലും ഇരുന്നാൽ ഈ ഒരു ജലോത്സവം കാണാൻ പറ്റും. എല്ലാ റൂമിൽ നിന്നും 72 ഡീലക്സ് റൂമിൽ ഇരുന്നു കൊണ്ട് ഈ വള്ളംകളി കാണുകയും റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലും ടെറസിലും നിന്നാൽ സ്റ്റാർട്ടിങ് ടു ഫിനിഷിംഗ് കാണുകയും ചെയ്യാം. വേറെ എവിടെ ഇരുന്നാലും ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളി അല്ലാതെ കാണുവാൻ സാധിക്കും. അതൊരു ചലഞ്ചാണ് താങ്കൾക്ക്? അതെ, ഈ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ടൈം മുതലേ ഉള്ള ഒരു ചലഞ്ചായിരുന്നു. ഈ 4.5 വർഷവും 4 വള്ളംകളികൾ ഞാൻ അവിടെ നിന്ന് കണ്ടു. ആ സമയങ്ങളിലെല്ലാം ഓപ്പണായി കഴിയുമ്പോൾ ഉള്ള വള്ളംകളി ഏത് രീതിയിൽ ആസ്വദിക്കാം എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അതിനെ അങ്ങനെ ആക്കി തന്നെ ഞാൻ കൊണ്ടുവരികയും, ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ഹോട്ടലിൻ്റെ എൻ്റയർ ഡിസൈൻ, ഇൻറ്റീരിയർ കൺസ്ട്രക്ഷൻ ഒരു പുറത്തുനിന്ന് യാതൊരു എൻജിനീയറും ഇല്ലാതെ ഞാൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത്, സ്വന്തമായി കൺസ്ട്രക്ഷൻ നടത്തി, സ്വന്തമായി ഇൻറ്റീരിയർ ചെയ്തു ഓപ്പൺ ചെയ്ത ഹോട്ടലാണ്. അതാണ് ഏറ്റവും എനിക്ക് എൻ്റെ സ്വന്തമായ ഒരു വിജയം.
Ramada, Alapi, the state-of-the-art luxury tourist destination. സർ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും താങ്കളുടെ UAE ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ചെന്നെത്തി നിൽക്കുന്നത് മോഡേൺ ഇന്ത്യൻ സ്കൂൾ ദിബ, അവിടുത്തെ പ്രവർത്തനങ്ങളാണ്. അവിടെ എങ്ങനെയാണ് അതിൻ്റെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് ഒരു UAE സംബന്ധിച്ച രാജ്യത്ത് വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ് പോകുന്നത് എന്നൊന്ന് വിശദമാക്കാം. ഫുജിറ ഡിബയിൽ മോഡേൺ ഇന്ത്യൻ സ്കൂൾ എന്ന സ്കൂള് ഞാൻ വിലക്ക് മേടിക്കുമ്പോൾ 2010 ഞാൻ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു സ്കൂൾ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് മുഖേന ഞാൻ അറിഞ്ഞു ഇങ്ങനെ ഒരു സ്കൂൾ വിൽക്കാനുണ്ട്. അപ്പം ആ സ്കൂള് നമ്മുടെ ഒരു മലയാളി തുടങ്ങിയ സ്കൂളായിരുന്നത്. 30 വർഷം മുമ്പ് KG നിന്ന് തുടങ്ങി ഓരോ വർഷവും 2 ക്ലാസ് 3 ക്ലാസ് റൂം ഇങ്ങനെ ചെയ്താണ് അവർ 10ാം ക്ലാസ് വരെ നമ്മുടെ ഇന്ത്യയിലെയും അവിടെ പറയുകയാണെങ്കിൽ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്, പിള്ളേർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഈ സ്കൂള് പിന്നെ റൺ ചെയ്ത് കൊണ്ടുപോകാൻ 2010 ആയപ്പോൾ പ്രയാസം വന്നു. കാരണം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ പുതിയ നിയമം വന്നു, പുതിയ സ്കൂൾ ബിൽഡിംഗ് പണിയണം, പഴയ സ്കൂൾ ബിൽഡിംഗ് പറ്റില്ല എന്നുള്ളത്. അപ്പോൾ പുതിയ സ്കൂൾ ബിൽഡിംഗ് പണിയുന്ന ഒരു സാമ്പത്തികം അവർക്കില്ല എന്ന് വന്നപ്പോഴാണ് അവരിത് വിൽക്കുവാൻ തോന്നി. അങ്ങനെ ഞാനതൊരു വില പറയുകയും മേടിക്കുകയും അതിൻ്റെ 6 മാസത്തിനകം തന്നെ പുതിയ സ്കൂളിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഫുജിറ എമിറേറ്റ്സിലെ ഏറ്റവും നല്ലൊരു സ്കൂളാണ് ഡിബ ഫുജിറ മോഡേൺ ഇന്ത്യൻ സ്കൂൾ എന്ന് ഈ സെപ്റ്റംബർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയും. കാരണം അത് ചെയ്തേക്കുന്നത് അതിൻ്റെ ബിൽഡിങ് 1500 പിള്ളേർക്കിരിക്കാവുന്ന ഓഡിറ്റോറിയം അകത്തുള്ളത്, ഫുള്ളി സെൻട്രലി എയർ കണ്ടീഷൻഡ്, ഫിനിഷിങ്. ഞങ്ങൾ സ്കൂള് ചെയ്തപ്പോൾ ഒരു സാധാരണ വീട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലും ഒരു ഫിനിഷിങ്ങിലുമാണ്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് UK നിന്ന് വന്ന് ഞാൻ സ്കൂൾ വേണം എന്നും പറഞ്ഞ് എൻ്റെ സ്കൂൾ വന്ന് കണ്ടു. UK കോളേജുകളും ഒക്കെ നടത്തുന്ന ആലുവയിലുള്ള ഒരു സുഹൃത്താണ്. ഈ പുള്ളി ഇത് കണ്ടേച്ച് പറഞ്ഞു, ഈ കാണിച്ചു വെച്ചേക്കുന്ന അഹങ്കാരമാണ് ഈ സ്കൂൾ പണിഞ്ഞു വെച്ചേക്കുന്നതെന്ന്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, മാർബിൾ ഇട്ട് സ്റ്റെയർ കേസ്, സെറാമിക് ടൈലിട്ട് ക്ലാസ് റൂം, മൊസൈക്ക് ടൈൽ ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാ, കാരണം ഒരാഗ്രഹം വരുന്നത് തോന്നിപ്പോയി, ചെയ്തു പോയി. പക്ഷേ ഇപ്പോൾ വേറൊരു സ്കൂൾ വെച്ച് കൺസിഡർ ചെയ്യുമ്പം നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു സ്കൂളും ആ ഒരു സ്റ്റാൻഡേർഡിലും ആ ഒരു ഇതില്ല. പക്ഷേ ഞങ്ങളുടെ ഫീസോ ഫുജിറയിലെ ഫീസിനേക്കാൾ വളരെ കുറവാണ് ഞങ്ങളവിടെ മേടിക്കുന്നത്. കാരണം അവിടെ സാധാരണ പാവങ്ങൾ ആയ മലയാളി കുടുംബങ്ങളും ബംഗാളി കുടുംബങ്ങളും പാകിസ്ഥാനി കുടുംബങ്ങളുമാണ്. അപ്പോൾ ഇവർക്ക് ഫീസ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പ്രയാസമുണ്ട്. ഇപ്പോൾ പുതിയ സ്കൂൾ വരുമ്പം കുറച്ച് കൂട്ടിയേ പറ്റൂ. അപ്പോൾ ആ ഒരു ഇതിലോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. താങ്കൾക്ക് ഫ്യൂച്ചർ പ്ലാനുകൾ എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഉണ്ടോ? കാരണം താങ്കളുടെ ഓരോ ബിസിനസ്സും മുൻകാലങ്ങളിൽ താങ്കൾ ചിന്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വൻ വിജയത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പ്ലാനുകൾ? ഇപ്പോൾ കുറച്ച് നാളൊന്ന് വിശ്രമിക്കണം. കാരണം എൻ്റെ പ്രായം ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള എൻ്റെ കൂട്ട് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ നാട്ടിലൊരു ഹോട്ടലുള്ള ഒത്തിരി ആൾക്കാരുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവരൊക്കെ ഒരു ഹോട്ടൽ അല്ല ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് 55-60 വയസ്സൊക്കെ കഴിയുമ്പോഴാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ അതിനകത്തിൽ ഇറങ്ങി, അതെല്ലാം ഇത്രയൊക്കെ സക്സസ് ആയി. ഇനിയും വളരെ വളരെ സ്ലോ ആയിട്ട് പോകുക എന്നുള്ളൊരാഗ്രഹമാണ്. കാരണം എനിക്ക് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് ഞാൻ ആലപ്പുഴ ചെയ്തേക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു ജനങ്ങൾക്ക് താങ്കളെക്കാൾ ഉപരി ഒരുപാട് ജനങ്ങൾ ഞാൻ എൻ്റെ ഈ ചെറുപ്രായത്തിൽ 140 പേർക്ക് അവിടെ ജോലി കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഹൈലി പ്രൊഫഷണൽ ഉണ്ട്.
ആ അടുത്തുള്ള വളരെ പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുന്ന ഈ 140 ആൾക്കാർക്കും അവർക്കെല്ലാം വേറെ ഓരോ ഫ്യൂച്ചറുണ്ട്. കാരണം ഈ റമദ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് ഒരു CV അവരെവിടെ അയച്ചാലും അവർക്ക് ജോലി ഷുവറാണ്. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഈ പ്രായത്തിൽ ചെയ്തു കഴിഞ്ഞു. അത് ഈ പ്രായത്തിൽ ചെയ്യാവുന്നതിൽ ഏറ്റവും വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എൻ്റെ സ്വപ്നങ്ങളാണ് അത്. ഇപ്പോഴും തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത സ്വപ്നമാണ്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തുള്ള പത്തിയൂർ പഞ്ചായത്തിലെ പത്തിയൂർ വില്ലേജിലാണ് ജനിച്ചതും പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ ആണ് പഠിച്ചതും. ഗ്രാമത്തിൽ പഠിച്ചു. ആ ഗ്രാമത്തിൽ നിന്ന് പോയി ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. അതും കഴിഞ്ഞ് ഞാൻ നേരിട്ട് ആദ്യമായിട്ട് പോകുന്നത് നാഗാലാൻഡിലോട്ടാണ്. 2 വർഷം ഞാൻ നാഗാലാൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ മസ്കറ്റിലോട്ട് വരുന്നു. പത്തിയൂറിൽ തന്നെയാണ് ഞാൻ വീട് വെച്ച് താമസിക്കുന്നതും. നമ്മുടെ അതും ഈ പറയുന്ന കൊണ്ട് സ്വന്തം നാട്. എല്ലാ കഷ്ടപ്പാടും അനുഭവിച്ച സമയത്തും ജീവിച്ച നാടാണത്. വളരെ ബുദ്ധിമുട്ടിൽ ഒന്നുമില്ലായ്മയിൽ എന്ന് വളരെ ശക്തമായ മലയാളത്തിൽ പറയാൻ പറ്റും. ആ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി. എന്നോട് പല ആൾക്കാരും ചോദിക്കുമായിരുന്നു, ഈ വീട് ഇവിടെ വെച്ച് എന്തിനാണ് സിറ്റിയിലെങ്ങനെ വെക്കാൻ വയ്യായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ അന്നും അവരോട് ഒരു വാക്കേ പറയാറുള്ളായിരുന്നു. എനിക്കൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലെ ആൾക്കാർ കൂടെ നടന്നു. എനിക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ നാട് വിട്ടു പോകുന്നതല്ല എൻ്റെ ശരി. അന്നേരവും എൻ്റെ നാട്ടുകാരുടെ കൂടെ തന്നെ ഞാൻ വേണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ നാട്ടിൽ എനിക്കൊരു പ്രത്യേകതയാണത്. കാരണം അവിടെ ജീവിക്കുക, സ്വന്തം നാട്ടിൽ സ്വന്തം നമ്മൾ ഒന്നുമില്ലാതെ ജനിച്ച നാട്, അവിടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ ആൾക്കാർക്കും നമ്മളെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക. അത് എൻ്റെ നാട്ടിൽ വന്ന് ആര് ചോദിച്ചാലും എവിടെ ചോദിച്ചാലും എന്നെപ്പറ്റി ഒരൊറ്റ അഭിപ്രായം പറയുന്നുള്ളൂ. താങ്കളുടെ കുടുംബത്തിൽ ആരൊക്കെയാണ് അവിടെയുള്ളത്? എൻ്റെ ഫാദർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മദറുണ്ട്. എനിക്ക് ഞങ്ങൾ 4 ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ്. സിസ്റ്റർ മസ്കറ്റിൽ, എൻ്റെ മൂത്ത ബ്രദർ ഒമാനിൽ ബിസിനസ് ചെയ്യുന്നു. ഞാനുണ്ട് ഇവിടെ. എൻ്റെ ഇളയ ബ്രദർ ഫുജറയിലുണ്ട്. അവനും പല പല ബിസിനസ്സുകളുണ്ട് ഇവിടെ. പിന്നെ എനിക്ക് വൈഫ്, എൻ്റെ 2 മക്കൾ. എൻ്റെ വൈഫിൻ്റെ പേര് മേരിക്കുട്ടി, മൂത്ത മോൻ്റെ പേര് റിച്ചു റജി, ഇളയ മോൻ്റെ പേര് ഋതു റജി. അവരിവിടുത്തെ ദുബായ് ക്യാമ്പസിൽ ഒരാൾ ആർക്കിടെക്ചറൽ എഞ്ചിനീയറിങ്ങിനും ഒരാൾ BBAയ്ക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നു. സാറ് ഗ്രാമത്തിൽ ജനിച്ച് പട്ടണത്തിലാണ് ഇപ്പോൾ താങ്കളുടെ ജീവിതം കൂടുതൽ സമയം? ഇല്ല, കൂടുതൽ സമയവും എല്ലാ വർഷവും മിനിമം 2-3 പ്രാവശ്യം കുടുംബമായിട്ട് നാട്ടിൽ പോയി നാട്ടിൽ താമസിച്ച് എൻ്റെ മക്കളെ എൻ്റെ നാട്ടിൽ ജംഗ്ഷനിൽ വിറക്കി വിട്ട് ആൾക്കാരുമായിട്ട്
നല്ല സഹകരണം എപ്പോഴും ഉണ്ടാവണം എന്ന് എപ്പോഴും അവരോടാണെങ്കിലും അവരെ നിർബന്ധിച്ചാണെങ്കിലും അവിടെ കൊണ്ടുപോകാറുണ്ട്. അത് ചെയ്തിരിക്കും. ഈ പുതിയ ജനറേഷന് പുതിയ ബിസിനസ് സംരംഭത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന യുവാക്കളോട് താങ്കൾ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം? വിജയം എന്ന് പറയുന്നത് എനിക്കോ അല്ലെങ്കിൽ വേറെ 2 പേർക്കോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്കോ മാത്രമുള്ളതല്ല. എല്ലാവർക്കും വേണം, ചെയ്യണം, ചെയ്തേ എനിക്ക് പറ്റൂ, എനിക്ക് വിജയിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഏതൊരു ചെറുപ്പക്കാരൻ എവിടെ പോയി ഇറങ്ങിയാലും വിജയം കണ്ടിരിക്കും. അതല്ല എൻ്റെ കയ്യിൽ പൈസയുണ്ട്, ഞാൻ വേറെ ആളിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് ഒരു പ്രവാസിക്ക് ഒരിക്കലും പറ്റില്ല. അവൻ സ്വന്തമായിട്ട് നേരിട്ടിറങ്ങി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വിജയിക്കും. അങ്ങനെ ഇറങ്ങാൻ ധൈര്യമുള്ള ആർക്കും എന്നെപ്പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയോ ആവുന്നതിൽ യാതൊരു തടസ്സവും എങ്ങും ഉണ്ടാവത്തില്ല എന്ന് എൻ്റെ അനുഭവം എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ബിസിനസ്സിനെ കുറിച്ചും റമദ ആലപ്പിലെ വിശേഷങ്ങളെക്കുറിച്ചും മോഡേൺ ഇന്ത്യൻ സ്കൂളിലെ വിശേഷങ്ങളെക്കുറിച്ചും അതിനേക്കാൾ ഒക്കെ ഉപരി താങ്കളുടെ കാഴ്ചപ്പാടുകളും ജീവിതവും ഷെയർ ചെയ്തതിൽ ഞങ്ങൾക്ക് ഹൃദയംഗമായ നന്ദിയുണ്ട്. വളരെ നന്ദി. ഇത്രയും നേരം താങ്ക് യു വെരി മച്ച്.